ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ സബ് എഞ്ചിനീയർ, AE, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ ഇതെല്ലാം നമ്മൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ നമുക്ക് ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിക്കുക. കുറച്ച് പേർക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ അത് ഉടനെ തന്നെ നമുക്കത് നമ്മുടെ അതിൻ്റെ എക്സാം ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പമ്പ് ഓപ്പറേറ്ററും ഉടനെ നമുക്ക് അതിൻ്റെ വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ എന്തായാലും ഈ 2 എക്സാംസും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതുപോലെ നമ്മുടെ ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ്റെ എക്സാം ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിലാണ്. നമ്മൾ ഒക്ടോബർ 4 ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി നമുക്ക് 1 ബാച്ച് റണ്ണിങ് ആണ്. അതിലിപ്പോൾ നമ്മൾ മൊഡ്യൂൾ 7 എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമർ എത്തിയിട്ടുണ്ട്. അതിൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് ഈ ഒരു വീക്ക് നമ്മൾ പഠിക്കുന്നത്. ട്രാൻസ്ഫോമേഴ്സും മെഷർമെൻറ്റ്സിനെ കുറിച്ചും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇന്നലെ ട്രാൻസ്ഫോമറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ EMF ഇക്വേഷനും പാരലൽ ഓപ്പറേഷനൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓപ്പൺ ഡെൽറ്റ, സ്കോട്ട് കണക്ഷനൊക്കെ പഠിച്ചായിരുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വീഡിയോസ് കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ട്രാൻസ്ഫോമറിൻ്റെ 2 വീഡിയോസ് ഞാൻ പബ്ലിക് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ബാച്ചസ് ഒക്ടോബർ 4 നമ്മൾ ഡിഫറെൻറ്റ് ബാച്ചസ്, ലൈൻമാൻ ഇലക്ട്രീഷ്യൻ ബാച്ചുണ്ട്. അതുപോലെ സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, AEയുടെ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പമ്പ് ഓപ്പറേറ്റർ, നമ്മുടെ PWD ഇലക്ട്രോണിക്സ് എക്സാം ഡേറ്റ് വന്നതാണ്. ഡെമോൺസ്ട്രേറ്റർ, പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ ഒക്ടോബർ 4 ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സമയമില്ല. ഓക്കെ, മാക്സിമം 2 or 3 മന്ത്സിനുള്ളിൽ നമുക്ക് ഈ എക്സാംസ് എല്ലാം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇലക്ട്രീഷ്യൻ എന്നാലും ലൈൻമാൻ എന്നാലും സബ് എഞ്ചിനീയർ ആണെന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഫോർ increasing electric power, decreasing electric power, decreasing voltage, increasing voltage. It is option D ആണ്, ഫോർ ഇൻക്രീസിങ് വോൾട്ടേജ്. സ്റ്റെപ്പ് അപ്പ്, അപ്പം ഓർത്താൽ മതി. അപ്പോൾ വോൾട്ടേജ് കൂട്ടുക. അടുത്ത് അപ്പോൾ നമുക്ക് പറഞ്ഞു, ഓൾറെഡി നമ്മൾ പഠിച്ചു. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുക ഒരു സർക്യൂട്ടിൽ നിന്നും വേറൊരു സർക്യൂട്ടിലേക്ക്. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഓഫ് ആണ്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വോൾട്ടേജ് കൂട്ടുക. അതിൽ സ്റ്റെപ്പ് അപ്പിൽ നമ്മൾ ഇതും പഠിച്ചു പോകണം. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സെക്കൻഡറി കോയിലായിരിക്കും കൂടുതൽ നമ്മുടെ പ്രൈമറി കോയിലിനെ കാട്ടി. എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിലാണ് കൂടുതൽ. കാരണം സ്റ്റെപ്പ് അപ്പിലല്ലേ നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് സൈഡിലായിരിക്കും കൂടുതൽ ടേൺസ് ഉള്ളത്. മോർ വോൾട്ടേജ് ഔട്ട്പുട്ട് സൈഡിലാണ് വരുന്നത്. സ്റ്റെപ്പ് ഡൗണിലാണെങ്കിൽ എന്താണ്? വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയാണ്. വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ സെക്കൻഡറിയിൽ കോയിൽസിൻ്റെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ കുറവായിരിക്കും. ഈ 2 പോയിൻറ്റ്സും കൂടെ പഠിക്കാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ദ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിൽ ഇൻ കമ്പാരിസൺ ടു പ്രൈമറി കോയിൽ എന്തായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിൽ ഇൻ കമ്പാരിസൺ ടു ദ പ്രൈമറി കോയിൽ ഇറ്റ് ഇസ് ഈക്വൽ ആണോ, ലെസ് ആണോ, മോർ ആണോ? ഇറ്റ് ഇസ് ലെസ് ആയിരിക്കും, കുറവായിരിക്കും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം എപ്പോഴും ചോദിക്കാം. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് കാണാം. ഇലക്ട്രീഷ്യൻ എന്നാലും ലൈൻമാൻ്റെ എക്സാം ആയിരുന്നാലും ഈവൻ സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ ആൻഡ് പ്രൈമറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ആർ 200, 500 റെസ്പെക്റ്റീവ്ലി. ഇഫ് ദ ഇലക്ട്രിക് കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ 48 ആംപിയർ, ദെൻ ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിൽ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ അപ്പോൾ ആദ്യം എടുത്തെഴുതാം. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി 500, സെക്കൻഡറി എത്രയാണ്? 200. പ്രൈമറി കറണ്ട് തന്നിട്ടുണ്ട് 48 ആംപിയർ. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? സെക്കൻഡറി കറണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സെക്കൻഡറി കറണ്ട് ഡിവൈഡ് ബൈ പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ടേൺസ് ഡിവൈഡ് ബൈ പ്രൈമറി ടേൺസ് ആയിരിക്കും. ഓക്കെ, പ്രൈമറി കറണ്ട് ഡിവൈഡ് ബൈ സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ടേൺസ് ഡിവൈഡ് ബൈ പ്രൈമറി ടേൺസ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് IS കണ്ടുപിടിച്ചുകൂടെ? IS എന്ന് പറയുമ്പോൾ IP × NP ഡിവൈഡ് ബൈ NS. എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സോൾവ് ചെയ്ത് നോക്കുക. ആൻസർ വന്നിട്ട് 120 ആംപിയർ കിട്ടും. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ദ AC ഔട്ട്പുട്ട് ഗീവ്സ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ദ AC ഔട്ട്പുട്ട് ഗീവ്സ് എന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ കറണ്ട് മോർ ദാൻ ഇൻപുട്ട് കറണ്ട് ആയിരിക്കും അല്ലേ? കറണ്ട് മോർ ദാൻ ഇൻപുട്ട് കറണ്ട്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 1:20. ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, സെക്കൻഡറി, NP/NS തന്നിട്ടുണ്ട്. എത്രയാണ്? 1/20. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? റേഷ്യോ ഓഫ് കറണ്ട് IP/IS കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത സെയിം ഫോർമുല തന്നെയാണ്. NS/NP = IP/IS. അത് സോൾവ് ചെയ്തുകൂടെ? സിമ്പിൾ ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ ബി 20:1 കിട്ടും. അടുത്ത ആറാമത്തെ ഒരു പ്രോബ്ലം തന്നെയാണ്. ഈ ട്രാൻസ്ഫോമർ ഹാസ് 300 ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ ആൻഡ് 75 ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ. when the current in the secondary coil is 20 ampere, current in the primary coil. നമുക്കിപ്പം എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? IP ആണ് അത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമ്മുടെ ബേസിക് ഈ ഒരു ഫോർമുല നിങ്ങളെല്ലാവരും പഠിച്ചു വയ്ക്കാം. NS/NP = VS/VP = IP/IS ആണ്. കറണ്ടിന് മാത്രം പ്രൈമറി ആയിരിക്കും ആദ്യം വരുന്നത്. ഇതിൽ നമുക്ക് എടുക്കാമല്ലോ NS/NP = IP/IS സോൾവ് ചെയ്ത് നമുക്ക് IP കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര കിട്ടും? IP 5 ആംപിയർ കിട്ടും. ഓക്കെ, 5 ആംപിയർ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഫിറ്റഡ് ഓൺ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിൽ ഫിറ്റഡ് ചെയ്ത് ഇതാണ്. ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ അല്ലേ. കമ്മ്യൂട്ടേറ്റർ നമ്മുടെ മെഷീൻസിലേ കാണുന്നത്. ബ്രീത്തർ, കൺസർവേറ്റർ, ബുഷോസ് റിലേ എല്ലാം ട്രാൻസ്ഫോമറിലുള്ളതാണ്. ഓക്കെ, ബ്രീത്തർ എന്ന് പറയുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചോണം. IT ലെവലിൽ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബ്രീത്തറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഫിൽറ്റർ ഔട്ട് മോയ്സ്ചർ ഫ്രം ദി എയർ. എയറിലുള്ള മോയ്സ്ചറിനെ ഫിൽറ്റർ ഔട്ട് ചെയ്ത് കളയുക. അതാണ് ബ്രീത്തറിൻ്റെ ഫംഗ്ഷൻ. ബ്രീത്തറിനകത്ത് എന്തുണ്ട്? സിലിക്ക ജെല്ലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ത് ചെയ്യും? മോയ്സ്ചർ ഫ്രം ദി എയറിൽ അബ്സോർബ് ചെയ്യും. കളറൊക്കെ പഠിക്കുക. സിലിക്ക ജെല്ലിൻ്റെ കളറും അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കളറും, രണ്ട് കളറും പഠിക്കാം. കൺസർവേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നതാണ്. ഓക്കെ, നമ്മുടെ എക്സ്പാൻഷൻ ഓഫ് ഓയിലിൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. വിച്ച് അലോസ് അഡിക്കേറ്റ് സ്പേസ് ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ഓയിലാണ്. അതുപോലെ തന്നെ ബുഷോസ് റിലേ, വളരെ ഇമ്പോർട്ടൻറ്റ്. ബുഷോസ് റിലേ ഏതാണ്? മെയിൻലി നമ്മുടെ ട്രാൻസ്ഫോമർ, പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഫ്രം ദി ഫോൾട്ട് ഒക്കറിങ് ഇൻസൈഡ് ദി ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന റിലേ ഏതും ചോദിക്കാം. ബുഷോസ് റിലേ, എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് വരുമ്പം അത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബുഷോസ് റിലേ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ TT കണക്ഷൻ ഓൾറെഡി നമ്മൾ ഇന്നലെ പഠിച്ചു. സ്കോട്ട് കണക്ഷൻ. ഇൻ TT കണക്ഷൻ ദ പെർസെൻറ്റേജ് ടാപ്പിംഗ് ഓഫ് മെയിൻ ട്രാൻസ്ഫോമർ ആൻഡ് ടീസർ ട്രാൻസ്ഫോമർ റെസ്പെക്റ്റീവ്ലി ആർ. പെർസെൻറ്റേജ് ടാപ്പിംഗ് ആണ്. ടാപ്പിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് പെർസെൻറ്റേജ് ടാപ്പിംഗ്? മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ പെർസെൻറ്റേജ് ടാപ്പിംഗ് എന്ന് പറയുന്നത് 50%. ടീസർ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 86.6 അല്ലേ. 0.5, 0.86 നമ്മൾ പഠിച്ചല്ലോ ഇന്നലെ. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് കയറി കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ A ആണ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ അയൺ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ എയർ കോർ. അയൺ കോർ, ട്രാൻസ്ഫോമറിൻ്റെ അയൺ കോർ മാറ്റി ഞാൻ എയർ കോർ വെച്ചു. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റെറിസിസ് ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ എന്ത് പറ്റും? ഹിസ്റ്റെറിസിസ് ലോസിൽ ഇൻക്രീസ് ആണോ, ഡിക്രീസ് ആണോ, അതോ റിമെയിൻ അൺചേഞ്ച്ഡ് ആണോ, ബിക്കം 0 ആണ്? ഓപ്ഷൻ 4 ബിക്കം 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോബ്ലം ആണ്. എ സിംഗിൾ ഫേസ് 22 kVA 2200 വോൾട്ട് 220 വോൾട്ട് 50 ഹെർട്സ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ്. ഈസ് ടു ബി കണക്റ്റഡ് ആസ് എൻ O2 ട്രാൻസ്ഫോമർ ടു ഗെറ്റ് എൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 2420 വോൾട്ട്. ഇറ്റ്സ് മാക്സിമം KVA റേറ്റിംഗ് ഓഫ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ KVA റേറ്റിംഗ് ഇതും ചിലപ്പം ചോദിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സബ് എഞ്ചിനീയർ, AE ഒക്കെ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം. സംടൈംസ് ഇലക്ട്രീഷ്യനും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എ സിംഗിൾ ഫേസ് 22 kVA 2200 വോൾട്ട് 220 വോൾട്ട് 50 ഹെർട്സ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ്. സിംഗിൾ ഫേസ് ഇസ് കണക്റ്റഡ് ആസ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ടു ഗെറ്റ് എൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 2420. മാക്സിമം KVA റേറ്റിംഗ് ഓഫ് ഔട്ട്പുട്ട് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ KVA റേറ്റിംഗ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഫോമുലാസ് ഉണ്ട്. മാക്സിമം പവർ റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 1 + A ടൈംസ് ദി പവർ റേറ്റിംഗ് ഓഫ് സെയിം ഡിവൈസ് വെൻ ഓപ്പറേറ്റഡ് ആസ് എ റെഗുലർ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ അത് പഠിക്കാം. നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം പവർ റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 1 + A ടൈംസ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, അതിൽ A എന്ന് പറയുന്നത് ടേൺസ് റേഷ്യോ N1/N2. അതിൽ S ഓട്ടോ എന്ന് എഴുതിക്കുന്നില്ലേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ആണ്. S2W എന്ന് വെച്ചാൽ റേറ്റിംഗ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. N1 നമ്പർ ഓഫ് ടേൺസ് ഓൺ ദി പ്രൈമറി സൈഡ്, N2 നമ്പർ ഓഫ് ടേൺസ് അറ്റ് ദി സെക്കൻഡറി സൈഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല പഠിച്ചു വയ്ക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ. റിക്വയർഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? ഓട്ടോ ട്രാൻസ്ഫോമർ ടു ഗെറ്റ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 2420 ആണ് അല്ലേ. റിക്വയർഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 2420 ആണ്. അതായത് 220 + 220 വോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ആ സെയിം ഫോമുലയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ എസ് ഓട്ടോ നമുക്ക് നമ്മുടെ KVA ഓട്ടോ ഈക്വൽ ടു ഓട്ടോ ട്രാൻസ്ഫോമർ ഈക്വൽ ടു എന്താണ് നമ്മുടെ A 1 + A ഇൻറ്റു KVA 2 വൈൻഡിങ്. അത് നമ്മുടെ ആദ്യം A കണ്ടുപിടിക്കണം. A എന്ന് പറയുമ്പോൾ എന്താണ്? N1/N2. ഓക്കെ, N1/N2 വെച്ച് A നമ്മൾ കണ്ടുപിടിക്കുക. Aയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, Aയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ Aയുടെ വാല്യൂ വന്നിട്ട് 220 / 220. അത് വെച്ച് Aയുടെ വാല്യൂ നമുക്ക് കിട്ടി 10 കിട്ടി. Aയുടെ വാല്യൂ 10 കിട്ടിക്കഴിഞ്ഞാൽ ചെയ്തുകൂടെ? 10 + 1 ഇൻറ്റു ഓൾറെഡി നമ്മുടെ 2 വൈൻഡിങ് അതിൽ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 2 വൈൻഡിങ് സിംഗിൾ ഫേസ് എത്രയാണ്? 22 kVA ഓൾറെഡി തന്നിട്ടുണ്ട്.
അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 242 എന്ന് കിട്ടും. ഇതും ഒരു മെത്തേഡാണ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കൺസിഡർ ദി ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഫോർ ഓട്ടോ ട്രാൻസ്ഫോമർ K = N1/N2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. KVA റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 1/1 - 1/K × 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഫോർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. കെയുടെ വാല്യൂ 1/1 - 1/K × 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 22. കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നോക്കാം, രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A transformer operate most efficiently at 3/4 the full load. Its iron loss PI and full load copper loss PC are related as. എങ്ങനെ നമുക്ക് PC PIയും റിലേറ്റ് ചെയ്യാം? ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി അറ്റ് 3/4 ഓഫ് ദി ഫുൾ ലോഡ്. 3/4 ഓഫ് ദി ഫുൾ ലോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മെഷീൻ്റെ മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് വരുന്നത്? കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ലോസ്. എപ്പോഴും തിയറി ചോദിക്കാറുണ്ട്. ഓക്കെ, കോപ്പർ ലോസ് എന്ന് വെച്ചാൽ എന്താണ്? അയൺ ലോസ് അറ്റ് മാക്സിമം എഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ മൊത്തം ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്? 2 × അയൺ ലോസ് ആയിരിക്കും അല്ലേ? ഓൾറെഡി ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? സ്ക്വയർ ഓഫ് ദി ലോഡ് കറണ്ട്, I² അല്ലേ? സ്ക്വയർ ഓഫ് ദി ലോഡ് കറണ്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് X² × ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി അറ്റ് എക്സ് ഓഫ് ഫുൾ ലോഡ് എന്ന് പറയുന്നത് √WI/WCU ആയിരിക്കും. WI അയൺ ലോസ് /W കോപ്പർ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലൊക്കെ തന്നിട്ടുണ്ട് എന്താണ്? നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എഫിഷ്യൻസി ആയിട്ട് 3/4 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഓൾറെഡി. 3/4 നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ഫുൾ ലോഡ് എഫിഷ്യൻസി ആയിട്ടുള്ള കണ്ടീഷൻ ഫോർ മാക്സിമം എക്സ് ഓഫ് ഫുൾ ലോഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3/4 ഓഫ് ഫുൾ ലോഡ് തന്നിട്ടുണ്ട്. 3/4 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു √PI/P കോപ്പർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഞാൻ ഇപ്പുറത്ത് റൂട്ട് മാറ്റുമ്പോൾ എന്ത് വരും? 9/16 വരും. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ വന്നിട്ട് എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. എ അല്ല, 9/16. ഓപ്ഷൻ ഡി ആണ്, 9/16 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മോഡലിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. A 5 kVA 50 volt 100 volt single phase transformer has a secondary terminal voltage of 95 volt when loaded. Regulation of transformer, voltage regulation കണ്ടുപിടിക്കണം. ഇതും ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ ആദ്യം നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് വെച്ചാൽ? It is the change in secondary terminal voltage from no load to full load at a specific power factor of load and the change. ഓക്കെ, എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് വെച്ചാൽ? E2 - V2 / E2. E2 എന്ന് പറയുമ്പോൾ നോ ലോഡ് സെക്കൻഡറി വോൾട്ടേജും V2 എന്ന് പറയുന്നത് ഫുൾ ലോഡ് സെക്കൻഡറി വോൾട്ടേജ്. ഓക്കെ, അതാണ് വോൾട്ടേജ് റെഗുലേഷൻ. നമുക്ക് വേണമെങ്കിൽ റെഗുലേഷൻ ഇങ്ങനെ എഴുതാം: I2 R02 cos ∅2 ± I2 X02 sin ∅2 / E2. ഈ ഒരു ഫോമുലയെ അപ്ലൈ ചെയ്യാം. ഇതിൽ പ്ലസ് എന്ന് പറയുമ്പോൾ ലാഗിങ് ലോഡ്സിൽ നമ്മൾ നടുക്ക് പ്ലസ് ഇടണം, മൈനസ് ആണെങ്കിൽ ഫോർ ലീഡിങ് ലോഡ്സിന് മൈനസും ഇടണം. ഓക്കെ, ഫോമുലാസും പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? തന്നിട്ടുള്ള എടുത്ത് എഴുതാം. നോ ലോഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇറ്റ് ഈസ് 100 വോൾട്ട്. ഓക്കെ, ഫുൾ ലോഡ് വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? ഫുൾ ലോഡ് വോൾട്ടേജ് 95 വോൾട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കൂ. പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? 100 - 95 / 100 × 100. ദാറ്റ് ഈസ് 5% ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി 5%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, സബ് എഞ്ചിനീയർ, അതിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇലക്ട്രീഷ്യനിൽ അങ്ങനെ ചോദിക്കാറില്ല, ഇത്രയും കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദിക്കാറില്ല. ഓക്കെ, എ സിംഗിൾ ഫേസ് 100 kVA 1000 volt 100 volt 50 Hz transformer has a voltage drop of 5% across its series impedance at full load. Of this 3% is due to resistance. The percentage regulation of the transformer at full load with 0.8 lagging power factor is. ഒരു സിംഗിൾ ഫേസ് 100 kVA 1000 volt 100 volt 50 Hz ട്രാൻസ്ഫോമർ ഉണ്ട്. അതിന് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ 5% ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ 3% ഡ്യൂ ടു റെസിസ്റ്റൻസ് ആയിരിക്കും. നമുക്ക് പെർസെൻറ്റേജ് റെഗുലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനൊരു ഫോർമുലയുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം എടുത്തെഴുതാം. വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് സീരീസ് ഇംപെഡൻസ് 5% ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു റെസിസ്റ്റൻസ് പെർസെൻറ്റേജ് 6 ആണ്. നമുക്കിപ്പോൾ ലാഗിങ് 0.8 ലാഗിങ് തന്നിട്ടുണ്ട്, പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എന്താ കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് റെഗുലേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എന്തായിരിക്കും? √ നമ്മുടെ R² + X². അതിൻ്റെ റൂട്ട് എടുക്കുക. നമുക്കിത് കണ്ടുപിടിക്കാനുള്ള എന്താണ്? നമുക്ക് എക്സിൻ്റെ ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? പെർസെൻറ്റേജ് റെഗുലേഷൻ ഓഫ് ദി ട്രാൻസ്ഫോമർ അറ്റ് ഫുൾ ലോഡ് വിത്ത് 0.8 പവർ ഫാക്ടർ ലാഗിങ്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് എക്സ് എന്ന് പറയുന്നത് √% ഓഫ് Z² - % ഓഫ് R². അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. 4% കിട്ടും. ഓക്കെ,
എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അത് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്താണ്? വോൾട്ടേജ് റെഗുലേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. വോൾട്ടേജ് റെഗുലേഷനിൽ നമുക്ക് ഇല്ലാത്ത ടേമായി നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ബാക്കിയെല്ലാം ചെയ്തുകൂടെ? പെർസെൻറ്റേജ് ആറ് നമുക്കറിയാം. ആറ് ഇപ്പം നമുക്ക് എത്ര? 3 ആണ്. കോസ് 5.8 ആണ്. എക്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 4 ആണ് ഇൻറ്റു സൈൻ 5. കോസ് 5 അറിയാമെങ്കിൽ സൈൻ 5 എന്തായിരിക്കും? 0.6 അല്ലേ? ഓക്കെ, അപ്പം ഏതാണ് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഏത് ലോഡാണ്? ലാഗിങ് ആണ്. അപ്പോൾ പ്ലസ് എടുക്കാൻ നടുക്ക് 4.8% കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ടു ബി ഷോർട്ട് സർക്യൂട്ടഡ് ഓൺ പെർഫോമിംഗ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓൺ എ ട്രാൻസ്ഫോമർ. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണെങ്കിൽ ഏതായിരിക്കും? ഏത് സൈഡായിരിക്കും? ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ലോ വോൾട്ടേജ് സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഗിവൺ ബൈ. വോൾട്ടേജ് റെഗുലേഷൻ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ? V0 മൈനസ് V/V0. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓർഡർ ടു മിനിമൈസ് ദ ഇൻറഷ് കറണ്ട് ഇൻ എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ദ സപ്ലൈ സ്വിച്ച് ഷുഡ് ബി ക്ലോസ്ഡ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ഇൻ ഓർഡർ ടു മിനിമൈസ് ഇൻറഷ് കറണ്ട്. എന്താണ് മാഗ്നറ്റൈസിങ് ഇൻറഷ് കറണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അത് എന്താണെന്ന് നോക്കാം. എന്താണ് മാഗ്നറ്റൈസിങ് ഇൻറഷ് കറണ്ട് ഇൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ കറണ്ട് വിച്ച് ഈസ് ഡ്രോൺ ബൈ എ ട്രാൻസ്ഫോമർ അറ്റ് ദ ടൈം ഓഫ് എനർജൈസിങ് ഇറ്റ്. അറ്റ് ദ ടൈം ഓഫ് എനർജൈസിങ് സമയത്ത് ഉള്ള കറണ്ടാണ്. അറ്റ് ദ ടൈം ഓഫ് എനർജൈസിങ് സമയത്തുള്ള കറണ്ടാണ് വിച്ച് ഇസ് ഡ്രോൺ ബൈ എ ട്രാൻസ്ഫോമർ ആണ് മാഗ്നറ്റൈസിങ് ഇൻറഷ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറഷ് കറണ്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻഷൻ ഇൻ നേച്ചർ ആയിരിക്കും. ഏകദേശം ഒരു ഫ്യൂ മില്ലി സെക്കൻഡ്സ് വരെ കാണത്തുള്ളൂ. ഏകദേശം ഒരു 10 ടൈംസ് ഹയർ ദാൻ നമ്മൾ നോർമൽ റേറ്റഡ് കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമറിനെ കാട്ടി 10 ടൈംസ് കൂടുതലായിരിക്കും, ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നോക്കുക. അപ്പോൾ അങ്ങനെ എത്രയായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? എത്രയായിരിക്കും? ഇറ്റ് ഇസ് സപ്ലൈ വോൾട്ടേജ് ഈസ് 1/2 ടൈംസ് ദ മാക്സിമം വോൾട്ടേജ് ആണോ? ആ ഒരു ഇൻറഷ് കറണ്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സപ്ലൈ നമ്മൾ എന്ത് ചെയ്യണം? സ്വിച്ച് ഷുഡ് ബി ക്ലോസ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ. എപ്പോഴായിരിക്കും അത് നമുക്ക് ആ സപ്ലൈ സ്വിച്ച് ക്ലോസ് ചെയ്യാനുള്ളത്? നമ്മുടെ സപ്ലൈ വോൾട്ടേജ് മാക്സിമം ആവുന്ന കണ്ടീഷനിൽ നമ്മളത് ക്ലോസ് ചെയ്യുക. ഓക്കെ, അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ട്രാൻസ്ഫോമർ ഡാഷ് ഈസ് ഫൗണ്ട് ബൈ ദ ഷോർട്ട് സർക്യൂട്ട്. ഓൾറെഡി നമുക്കറിയാം ഏതാണ്, ഏത് ലോസ് ആണ്? ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ കോപ്പർ ലോസ്. ഈ ഷോർട്ട് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി വായിച്ച് പഠിക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹിസ്റ്റെറിസിസ് ലോസ് ഈസ് ഗിവൺ മാഗ്നറ്റിക് മെറ്റീരിയൽ മേ ബി ഡിക്രീസ്ഡ് ബൈ. ദ ഹിസ്റ്റെറിസിസ് ലോസ് ഇൻ എ ഗിവൺ മാഗ്നറ്റിക് മെറ്റീരിയൽ മേ ബി ഡിക്രീസ്ഡ് ബൈ. ഒരു ഗിവൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ഹിസ്റ്റെറിസിസ് ലോസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? എന്താണ്? ബൈ ഡിക്രീസിങ് ദ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇറ്റ്. ബൈ ഡിക്രീസിങ് ദ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഹിസ്റ്റെറിസിസ് ലോസ് കാണാനുള്ള ഫോമുല പഠിക്കുക. വേറെ ഈറ്റ ഇൻറ്റു B/1.6 ഇൻറ്റു F ഇൻറ്റു V. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. സ്റ്റീറ്റ്മാൻസ് കോൺസ്റ്റൻറ്റ്, F ഫ്രീക്വൻസി, BM മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി, V വോളിയം ഓഫ് ദി കോർ, WH ഹിസ്റ്റെറിസിസ് ലോസ്. ഓക്കെ, അപ്പോൾ ഒരു ഗിവൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ഹിസ്റ്റെറിസിസ് ലോസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ബൈ ഡിക്രീസിങ് ദ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. അതിനകത്തുള്ള മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി കുറച്ച് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസ്ഫോമർ സീറോ വോൾട്ടേജ് റെഗുലേഷൻ ആയിട്ട് ഫുൾ ലോഡ് ഈസ്. ഇൻ എ ട്രാൻസ്ഫോമർ സീറോ വോൾട്ടേജ് റെഗുലേഷൻ ആയിട്ട് ഫുൾ ലോഡ് ഈസ് എന്തായിരിക്കും? ഇറ്റ് ഇസ് പോസിബിൾ അറ്റ് ലീഡിങ് പവർ ഫാക്ടർ ലോഡ് ആയിരിക്കും. പോസിബിൾ അറ്റ് ലീഡിങ് പവർ ഫാക്ടർ ലോഡ്. ഓക്കെ, വോൾട്ടേജ് റെഗുലേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. എ 2 kVA ട്രാൻസ്ഫോമർ ഹാസ് അയൺ ലോസ് ഓഫ് 150 വോൾട്ട്, ഫുൾ ലോഡ് കോപ്പർ ലോസ് ഓഫ് 250 വോൾട്ട്. ദ മാക്സിമം എഫിഷ്യൻസി വെൻ ദ ട്രാൻസ്ഫോമർ വിൽ ഓക്കർ വെൻ ദ ടോട്ടൽ ലോസ് ഈസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കാം, ഇലക്ട്രീഷ്യൻ ലെവലും ചോദിക്കാറുണ്ട്. ഓക്കെ, ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം എഫിഷ്യൻസിയിൽ എന്താണ്? എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ മാക്സിമം ആവുന്നത് കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ് ആയിരിക്കും. അയൺ ലോസ് എന്ന് പറയുമ്പോൾ ബോത്ത് ഹിസ്റ്റെറിസിസ് ലോസും എഡി കറണ്ട് ലോസ് ആയിരിക്കും. ക്വസ്റ്റനിൽ ഓൾറെഡി കോപ്പർ ലോസ് എന്നിട്ടുണ്ട്, അയൺ ലോസ് കണ്ടിട്ടുണ്ട്. ടോട്ടൽ ലോസ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി പ്രസ് ചെയ്താൽ മതി. ദസ് ഓപ്ഷൻ സി 300 വോൾട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ ചോദിക്കാം. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഹാസ് റേറ്റിംഗ് ഓഫ് 15 kVA 600 bar 120 volt. It is connected as an auto transformer to supply at 720 volt from 600 volt primary source. The maximum source it can be. Auto transformer ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്താണ്? മാക്സിമം റേറ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓട്ടോ ട്രാൻസ്ഫോമർ മാക്സിമം റേറ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോമുലയുണ്ട്. അതും കൂടെ പഠിക്കാം. മാക്സിമം റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഈക്വൽ ടു A minimum ഡിവൈഡ് ബൈ A minimum -1 ഇൻറ്റു S ആയിരിക്കും. ഓക്കെ, എസ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര kV ആണ്? നമ്മുടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ആണ് എസ് എന്ന് പറയുന്നത്. 15 kV തന്നിട്ടുണ്ട്. നമുക്ക് A മിനിമം കണ്ടുപിടിക്കണം. A മിനിമം എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം സെക്കൻഡറി വോൾട്ടേജ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ മാക്സിമം പ്രൈമറി വോൾട്ടേജ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. സെക്കൻഡറി വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്ര? 720 വോൾട്ട്. പ്രൈമറി വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? 600 വോൾട്ട്. ഓക്കെ, കണക്ട് ചെയ്തുകൂടെ? അപ്പോൾ ഈ ഒരു ഫോർമുലയും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതും സംടൈംസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 90 kVA കിട്ടും. 90 kVA. ഓക്കെ, 90 kVA.
അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The phase difference of the induced voltage across the primary and secondary winding of a transformer. Primary and secondary winding of a transformer. Phase difference എത്രയായിട്ട് 0 degree. 0. Option A 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When a three-phase load is comparatively small so that the installation does not warrant a three-transformer bank. So the following three-phase transformer connection is used. Okay. നമ്മൾ ത്രീ-ഫേസ് ലോഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആണെങ്കിൽ നമ്മൾ ഏത് കണക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? വി കണക്ഷൻ. ഓൾറെഡി നമ്മൾ തിയറിയൊക്കെ പഠിച്ചു. ദാറ്റ് ഈസ് വി കണക്ഷൻ. ഓക്കെ. ഓപ്പൺ ഡെൽറ്റ കണക്ഷനൊക്കെ നമ്മളറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതെല്ലാം പറഞ്ഞു അല്ലേ. നമ്മൾ ടോട്ടൽ ലോഡ് സപ്ലൈഡ് ബൈ ദ ഓപ്പൺ ഡെൽറ്റ ഈസ് 57.77% ഓഫ് ദി ക്ലോസ് ഡെൽറ്റ സിസ്റ്റമാണ്. ഇത് പഠിക്കുക. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. അടുത്ത് നമ്മുടെ 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതും ഒരു പ്രോബ്ലമാണ്. Two single phase 150 kVA 7200 bar 600 volt transformers are connected in open delta. Maximum three phase load that can carry. Open delta എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് കപ്പാസിറ്റി ഓഫ് ഓപ്പൺ ഡെൽറ്റ സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് √3 ഇൻറ്റു റേറ്റിംഗ് ഓഫ് 1 ട്രാൻസ്ഫോമർ ആണ്. √3 ഇൻറ്റു റേറ്റിംഗ് ഓഫ് 1 ട്രാൻസ്ഫോമർ ആണ്. ദാറ്റ് ഈസ് എന്താണ്? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.577 ഇൻറ്റു റേറ്റിംഗ് ഓഫ് ക്ലോസ്ഡ് ഡെൽറ്റ സിസ്റ്റം. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്ര? 150 kVA. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ഓപ്പൺ ഡെൽറ്റ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? √3 ഇൻറ്റു റേറ്റിംഗ് ഓഫ് 1 ട്രാൻസ്ഫോമർ ചെയ്താൽ മതി. √3 ഇൻറ്റു 150 ദാറ്റ് ഈസ് 259.8 kVA. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് എത്ര കിട്ടും? 259. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 259 എന്ന് എടുക്കാം. ഓപ്ഷൻ 3 ആണ്. ഓക്കെ. അപ്പോൾ ഇതും ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാം. ഓക്കെ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ത്രീ ഫേസ് കണക്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് റെയർലി യൂസ്ഡ്? റെയർലി യൂസ്ഡ് ആയിട്ടുള്ള ഏത് കണക്ഷനാണ്? റെയർലി യൂസ്ഡ് ആയിട്ടുള്ളത് സ്റ്റാർ കണക്ഷനാണ്. സ്റ്റാർ കണക്ഷൻ. ഓക്കെ. സ്റ്റാർ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ റെയർലി യൂസ് ചെയ്യുന്നത്. കാരണം അൺബാലൻസ്ഡ് ലോഡൊക്കെ ആകുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ലാർജ് ആൻഡ് ലോ വോൾട്ടേജ് റേറ്റിംഗ് ട്രാൻസ്ഫോമർ. ഡെൽറ്റ സ്റ്റാർ. ഓക്കെ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ് ചെയ്ത് ജനറേറ്റർ സൈഡാണ് ടു സ്റ്റെപ്പ് അപ്പ് ദി വോൾട്ടേജ് ലെവൽ. ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ആണ്. ഓർക്കുക, ഡെൽറ്റ സ്റ്റാർ സ്റ്റെപ്പ് അപ്പ് ദി വോൾട്ടേജ് ലെവലാണ്. സ്റ്റാർ ഡെൽറ്റ ആണെങ്കിലാണ് സ്റ്റെപ്പ് ഡൗൺ. അതും ചോദിക്കാം. സ്റ്റാർ ഡെൽറ്റ സ്റ്റെപ്പ് ഡൗൺ. സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ വളരെ സ്മോൾ, യൂസ്ഡ് ഫോർ സ്മോൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിലാണ് സ്റ്റാർ ഉപയോഗിക്കുന്നത്. ഡെൽറ്റ ആണെങ്കിൽ ലാർജ് ലോ വോൾട്ടേജ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാം. ഓക്കെ. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ വർക്ക് സാറ്റിസ്ഫാക്ടറിലി വെൻ? ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ വർക്ക് സാറ്റിസ്ഫാക്ടറിലി ഓൺ ബാലൻസ്ഡ് ആസ് വെൽ ആസ് അൺബാലൻസ്ഡ് ലോഡ്. ബാലൻസ്ഡ് ആസ് വെൽ ആസ് അൺബാലൻസ്ഡ് ലോഡ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാർ ട്രാൻസ്ഫോമർ വർക്ക് സാറ്റിസ്ഫാക്ടറിലി വെൻ? സ്റ്റാർ ട്രാൻസ്ഫോമർ വർക്ക് സാറ്റിസ്ഫാക്ടറിലി വെൻ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺബാലൻസ്ഡ് ഉള്ളി. ലോഡ് അൺബാലൻസ്. നേരത്തെ പറഞ്ഞല്ലോ, ലോഡ് അൺബാലൻസ്ഡ് ഉള്ളി. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ത്രീ ഫേസ് ട്രാൻസ്ഫോമർ കണക്ഷൻ്റെ ഡിഫറെൻറ്റ് തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കാം. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർ ഡെൽറ്റ ഇതെല്ലാം പഠിക്കുക. ഓക്കെ. ഇതിൻ്റെ എല്ലാം PDF നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് നമ്മുടെ ഇൻഫർമേഷൻസ് പറയാം. ഓക്കെ. നമ്മുടെ അക്കാഡമിയുടെ ക്ലാസ്സിൻ്റെ കാര്യം പറയാം. നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് നടക്കുന്നുണ്ട്. അതും പഠിക്കുക. അതും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും നിങ്ങൾ പഠിക്കാം. ഓക്കെ. അതുപോലെ ഇൻട്രസ്റ്റ് ആയവർക്ക് എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. താങ്ക്